അങ്ങനെ ഓരോ പേരിൽ അറിയപ്പെടും. നമ്മളിപ്പോ കുംഫു പഞ്ച് നമ്മൾ ചെയ്യപ്പെടുന്നത് ഈ ഹാൻഡ് ഇതല്ല, ഇതേ രീതിയിലല്ല, നമ്മൾ പാം ഈ സൈഡിലേക്കായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ഇതിലേക്ക് ഷോൾഡറിൽ നിർത്തി കണ്ടോ, ഇതിൽ നിർത്തി നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുക നമ്മുടെ ചെസ്റ്റിന് നേരെ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക കണ്ടോ. ഇതേ കൈയും ഇതേപോലെ തന്നെ രണ്ടും കണ്ടോ. ഫസ്റ്റ് നമ്മൾ 5 പേരിലും ഇങ്ങനെ മടക്കി ഈ കൈ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു കണ്ടോ, ഫിംഗർ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു, ക്ലോസ് ചെയ്തു, നേരെ ഇവിടെ കൊണ്ടുവന്നു. നമസ്കാരം, ജയനാണ് റാസൽ ഗെയിമിംഗ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്, അതായത് കുറെ സ്ഥലം ഒന്നും ഇല്ലാത്ത ആൾക്കാർ, അതായത് വളരെ കുറച്ച് സ്ഥലം ഉള്ള, സ്ഥലപരിമിതി ഇല്ലാതെ കുംഫു പഠിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്, ചെറിയ റൂമിലോ ഒക്കെ. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ ട്രെയിനിങ് ചെയ്യാം നമുക്ക് കുംഫു എന്ന് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും, ഇനി കുംഫു പഠിക്കാൻ പറ്റാതെ കുറെ ആൾക്കാർ വിഷമിച്ച് നടക്കുന്നുണ്ട്, അവർക്കും പറ്റിയിട്ടുള്ള ഒരു വീഡിയോസ് ആണ്. കുറെ ആൾക്കാർ പറയുന്നുണ്ട് കുംഫുവിന്റെ ബേസിക് ഇട് ഞങ്ങൾ പഠിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള, ഏത് കുംഫു ആയിട്ട്, വിൻറ്റൻ കുംഫു, ഷാവലിൻ കുംഫു, ചൈനീസ് കുംഫു, അങ്ങനെ ഒരുപാട് കുംഫുകളുണ്ട്. വേൾഡ് ഷാവലിൻ, അങ്ങനെ ജഗപ്പൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഈ വേൾഡിൽ കുംഫു ഉണ്ട്. കുംഫുവിന്റെ ആയാലും കരാട്ടയുടെ ആയാലും മാർഷൽ ആർട്സിന്റെ ആയാലും എല്ലാത്തിനും ബേസിക് എന്ന് പറയുന്ന സാധനങ്ങൾ, അതിന്റെ സ്റ്റാൻസ്, പഞ്ച്, കിക്ക്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതിന്റെയൊക്കെ എല്ലാതും ബോ ചെയ്യല്, അതിന്റെ പൊസിഷനുകൾ എല്ലാതും മാർഷൽ ആർട്സിന്റെ എല്ലാ ഒരു അമ്മ പറ്റ മക്കൾ തന്നെയാണ്. പക്ഷെ വ്യത്യസ്തമായ രീതിയിൽ ട്രെയിനിങ് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷെ പല ആൾക്കാരും പല രീതിയിലുള്ള കുംഫു, നമ്മുടെ കളരിയുടെ വേറൊരു വകഭേദം തന്നെയാണ് നമ്മുടെ കുംഫു. ഷാവലിൻ കുംഫു, മഞ്ചൂരിയൻ കുംഫു, വിൻചൻ കുംഫു, അങ്ങനെ വുഷു ഓൾസോ കുംഫു ടച്ചിങ് ഒക്കെ ഉള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കുംഫുവിൽ ബിഗിനേഴ്സ് നമ്മൾ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യുക എന്നാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ ആ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോ ചെയ്യാം. ബോകൾ പല രീതിയിലുണ്ട്, കുംഫുവിന്റെ തന്നെ പല രീതിയിലും ചെയ്യുന്നവരുണ്ട്, പിന്നെ വുഷുവിന്റെ തന്നെ വിവിധ രീതിയിലുള്ള ബോ ഉണ്ട്, ഫുൾ ബോ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോർമൽ സ്റ്റാൻസിൽ നിൽക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ വെക്കുക, റൈറ്റ് ഹാൻഡ് ഇതേ കണ്ട ഇങ്ങനെ 5 പേരിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് തമ്പ് നേരെ കൊണ്ടുവന്ന് കണ്ട, ഇത് പാം ബ്ലോക്ക് ഇങ്ങനെ വെച്ചു കണ്ട, കാല് ക്ലോസ് ചെയ്തു, ഇത്രയുള്ളൂ. എങ്ങനെ, ഇതാണ് ഫസ്റ്റ് ബോ. ഇനി ഫസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് ബേസിക് ആയിട്ട് നമ്മൾ പഞ്ച് പഠിക്കുന്നു. അപ്പോൾ കുംഫുവിൽ ഏറ്റവും കൂടുതൽ പഞ്ച് ചെയ്യുന്നത് കുംഫു പഞ്ചാണ്. കണ്ട, കുംഫു പഞ്ച്, ഡ്രാഗൺ പഞ്ച്, അങ്ങനെ ഓരോ പേരിൽ അറിയപ്പെടും. നമ്മളിപ്പോ കുംഫു പഞ്ച് നമ്മൾ ചെയ്യപ്പെടുന്നത് ഈ ഹാൻഡ് ഇതല്ല, ഇതേ രീതിയിലല്ല, നമ്മൾ പാം ഈ സൈഡിലേക്കായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് മൂവ്മെന്റിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഞ്ച് ചെയ്യാം. നോർമൽ സ്റ്റാൻസിൽ നിൽക്കുക, വെറുതെ നിന്ന് നമ്മുടെ എത്രയാ സ്പേസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പാം എങ്ങനെ ക്ലോസ് ചെയ്യുക, 5 പേരിലും കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്ന് കണ്ട, ഇതിൽ നിന്ന് കണ്ട ഇത്ര ഇതിലേക്ക് ഷോൾഡറിൽ നിർത്തി കണ്ട, ഇതിൽ നിർത്തി നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുക നമ്മുടെ ചെസ്റ്റിന് നേരെ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക കണ്ട, ഇതേ കൈയും ഇതേപോലെ തന്നെ രണ്ടും കണ്ട. ഫസ്റ്റ് നമ്മൾ 5 പേരിലും ഇങ്ങനെ മടക്കി ഈ കൈ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു കണ്ട, ഫിംഗർ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു, ക്ലോസ് ചെയ്തു, നേരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. നമുക്ക് ഫസ്റ്റ് പഠിക്കുന്നത് നോർമൽ പഞ്ച് പഠിക്കാം, അതിനുശേഷം കുംഫു പഞ്ച് പഠിക്കാം. അപ്പൊ നോർമൽ പഞ്ചും ഒരുപാട് ആവശ്യമാണ് കുംഫുവിൽ. അപ്പൊ നോർമൽ പഞ്ച് എല്ലാവർക്കും അറിയാം, കരാട്ടെ, കുംഫു, കിക്ക് ബോക്സിങ്, മുയ് തായ്, തൈക്കൊണ്ടോ പഞ്ച് ചെയ്യില്ല, പക്ഷെ എന്നാലും നമ്മൾ ഇടിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇതേ പൊസിഷനിൽ ചെയ്യും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബ്രീത്ത് ചെയ്തിട്ട് പഞ്ച് ചെയ്യാം. ഓക്കെ, നേരെ കൊണ്ടുവരിക, ഇതേ പൊസിഷനിൽ കൊണ്ടുവയ്ക്കാം. 2 3 4
5, 6, 7, 8, 9, 10. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഹാൻഡ് ഇതിങ്ങനെ ടേൺ ചെയ്ത് ബ്രീത്ത് ചെയ്തിട്ട് ഇനി ഈ സെയിം സാധനം കുറച്ച് സ്പീഡിൽ ചെയ്യാം. പവറിൽ ഹാൻഡ് വയ്ക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യാം. നമ്മൾ പഞ്ച് ബാക്കിലേക്ക് വലിക്കുമ്പോൾ ഇൻ ഔട്ട്. ഓക്കെ, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇൻ ഔട്ട് മൗത്ത്. ഓക്കെ, പഞ്ച്. അപ്പൊ നോർമൽ പഞ്ച്. ഇനി അടുത്തത് സെയിം പഞ്ച്, ഡബിൾ പഞ്ച്. ഹാൻഡ് ഇവിടെ വയ്ക്കുക, ടൈറ്റ് ചെയ്യുക. 1, 2, 2, 3, 4, 5, 6, 7, 8, 9, 10. അടുത്തത് ഫേസ് ലെവൽ പഞ്ച് ഇടാം. നമ്മുടെ ഫേസ് ഇത്ര മതി, കണ്ട, കണ്ണിന് നേരെ മതി. അതായത് ഈ ലെവലിക്ക് നമ്മൾ ഫേസിൽ വില്ലടിക്കുമ്പോൾ ഒരാൾ ഇതിലല്ലേ ഈ ലെവലിക്ക്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി മിഡിൽ ലെവൽ 1, 2, 3, 4, 5, 6, 7, 8. ഇനി ലോ ലെവൽ 1, 2, 3, 4, 5, 6, 7, 8, 9. ഇപ്പോൾ 3 പൊസിഷനിലേക്കുള്ള പഞ്ച് നിങ്ങൾ പഠിച്ചു. അതായത് ഫസ്റ്റ് മിഡിൽ ചെയ്തു, ഫേസ് ചെയ്തു, ഡൗൺ ചെയ്തു. അപ്പോൾ 3 പൊസിഷനിലേക്കുള്ള പഞ്ച് ചെയ്തു. നമുക്കിത് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും, സൈഡോ ഫ്രണ്ടോ ബാക്കോ ഈ പഞ്ച് ചെയ്യാം. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ബേസിക് ഈ പഞ്ച് നിങ്ങൾക്ക് കിട്ടി. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുംഫു പഞ്ച് തന്നെ. നമ്മൾ ഇതേ പഞ്ച് ചെയ്തത് നമ്മൾ കുംഫു പഞ്ച് ചെയ്യുന്നു. കണ്ട, ഇതേ പൊസിഷനിലെ കൈ വെച്ചു, കണ്ട, തമ്പ് ക്ലോസ് ചെയ്തു. ഇതേപോലെ തന്നെ കുംഫു പഞ്ച്, അതായത് ഡ്രാഗൺ പഞ്ച് എന്ന് പറയും. അതിന്റെ പേരുകൾ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പിന്നീട് പറഞ്ഞുതരാം. ഇത് നമ്മൾ കുംഫു പഞ്ച് തന്നെ. ഇത് നോർമൽ പഞ്ച്, ഇത് കുംഫു പഞ്ച്, ഡ്രാഗൺ പഞ്ച് എന്നൊക്കെ പറയാം നമുക്ക്. ഓക്കെ, 1, കണ്ട, 2, 3, 4. ഇനി ഡബിൾ പഞ്ച് 1, 2, കണ്ട, 3, 4. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എൽബോ കണ്ട 1, 2, കണ്ട, 1, 2, 1, 2, 1, 2, 1, 2. Face 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി നേരെ മിഡിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഡൗൺ, അതായത് ലോവർ.
1 2 3 4 5 6 7 8 9 10 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 ഓക്കെ. അപ്പൊ പഞ്ച് ഇത്ര ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് ലെസൺ പഞ്ച് മാത്രം ചെയ്താൽ മതി. ബോ പഞ്ച്, അതായത് 2 പഞ്ച്, ഡ്രാഗൺ പഞ്ച്, നോർമൽ പഞ്ച്, എല്ലാതും ഓരോ പഞ്ചുകളും നമ്മൾ ഒരു 25 വീതം 3 സെറ്റ് വീതം, 25 വീതം 3 സെറ്റ് വീതം. നമ്മളിപ്പോ ഒരു കുംഫു ആയാലും കരാട്ടെ ആയാലും മാർഷൽ ആർട്സ് ആയാലും എന്തു പഠിക്കാൻ പോകുമ്പോൾ ഒരു പഞ്ചായാലും ഒരു കിക്കായാലും അവർ കാണിച്ചു തരുള്ളൂ. പിന്നെയല്ല പ്രാക്ടീസ് ചെയ്യുന്നതല്ല നമ്മുടെ കഴിവാണ്. കാരണം നമ്മളാണ് അത് നോർമലായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് 100, 200, 300, 500, 1000 അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്തിട്ട് നമുക്കത് എക്സ്പീരിയൻസ് ആവുന്നത് നമ്മുടെ കഴിവ് കൊണ്ടാണ്. അത് മറക്കരുത്. അപ്പോൾ കുറേ ആൾക്കാർ പറയും, അല്ലെങ്കിൽ ഷിഹാൻ, സെൻസായി, അല്ലെങ്കിൽ മറ്റേ മാസ്റ്റർ, അങ്ങനെ പല രീതിയിലും വിളിക്കുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ പറയും മാസ്റ്റർ ശരിയല്ല, പഠിപ്പിക്കുന്നത് റെഡിയില്ല. മാസ്റ്റർ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ട്രെയിനിങ് ചെയ്യില്ല. മാസ്റ്റർ ഒരിക്കലും അത് നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ. നിങ്ങളാണ് ട്രെയിനിങ് ചെയ്യേണ്ടത്. അതിൻ്റെ രീതിയിൽ മാസ്റ്റർ കാണിക്കുമ്പോൾ അത് ട്രെയിനിങ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. മനസ്സിലായി? എന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് പഞ്ച് പഠിച്ചിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ട് കാര്യമില്ല. അത് നമ്മൾ ദിവസം രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് കൂടുതലും എക്സ്പീരിയൻസ് ആവുള്ളൂ. അപ്പോൾ മറക്കാതെ പഞ്ച് ചെയ്യുക. അപ്പോൾ പഞ്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് അതിൻ്റെ വഴക്കം വരണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലെസൺ പഞ്ച്. ഹൂസ്